ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയെക്കുറിച്ചും ഭാരതീയ സാക്ഷ്യ അധിനിയമത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് പറഞ്ഞാൽ നാക്ക് ഉളുക്കിപ്പോകുന്ന വാക്കുകളായതുകൊണ്ട് തന്നെ സാധാരണക്കാരും ശ്രദ്ധിക്കാറില്ല. അതേസമയം എല്ലാ ആളുകൾക്കും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള വലിയ, ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടാക്കപ്പെട്ട നിയമങ്ങളിൽ, പരിഷ്കരണങ്ങളിൽ ഏറ്റവും വ്യാപകമായി വ്യാപ്തിയുള്ള, പ്രത്യേകിച്ച് നോട്ട് നിരോധത്തിന് ശേഷം ഏറ്റവും വ്യാപകമായി വ്യാപ്തിയുള്ളൊരു നടപടിയാണ് ഈ നിയമ പരിഷ്കരണങ്ങൾ എന്നത്. ഈ നോട്ട് നിരോധത്തിൽ സംഭവിച്ചതുപോലെ ഈ നിയമപരിഷ്കരണത്തിലും അതിൻ്റെ എഫക്റ്റ് എത്തിത്തുടങ്ങുന്നത് വരെ ആരും മിണ്ടാറില്ല. നോട്ട് നിരോധം വന്നപ്പോൾ എന്തുകൊണ്ടാണ് നോട്ട് നിരോധത്തെ ഏറ്റവും ആദ്യം അപൂർവം ചില ആളുകൾ മാത്രമാണ് എതിർത്തത്? അതെന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെ ഒരു നോട്ട് നിരോധത്തിൻ്റെ പ്രൊസീജിയർ പാലിക്കാതെ വന്ന ഒന്നായിട്ട് നോട്ട് നിരോധം. കാരണം നോട്ട് നിരോധം ഒരിക്കലും നോട്ട് നിരോധിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അധികാരമില്ല, ഇന്ത്യ ഗവൺമെൻറ്റിന് അധികാരമില്ല, റിസർവ് ബാങ്കിന് മാത്രമാണ് കറൻസി ഡിമോണിറ്റൈസേഷന് അധികാരമുള്ളത്. പക്ഷേ അത് ഒരു പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് നോട്ട് നിരോധിച്ചപ്പോൾ ഈ ഒരു വലിയ ഒരു അപകടം, പ്രൊസീജിയറിൽ തന്നെ വലിയ അപകടം ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സമാനമാണ് ഈ നിയമം തന്നെ. ഇത് ആഭ്യന്തര വകുപ്പാണ് അവതരിപ്പിച്ചത്, ആഭ്യന്തരമന്ത്രിയാണ് അവതരിപ്പിച്ചത്. സാധാരണഗതിയിൽ നിയമവകുപ്പാണ് പാർലമെൻറ്റിൽ ഇത്തരം നിയമപരിഷ്കരണങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. ആഭ്യന്തര വകുപ്പിനെ അവതരിപ്പിക്കാമെന്ന് വെച്ചാൽ അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ലോ കമ്മീഷൻ്റെ ഒരു ശുപാർശ ഇതിനകത്തില്ല. ഇത്ര വലിയൊരു പ്രൊസീജിയറൽ മാറ്റം ഈ രാജ്യത്ത് നടക്കുമ്പോൾ അതിന് വേണ്ടുന്ന യാതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല, ചില കാര്യങ്ങൾ അങ്ങനെ. ഇപ്പോൾ വനിതാ സംവരണം എത്ര കാലം കൊണ്ട് അതിട്ട് തട്ടിക്കളിക്കുകയാണ്. ഇപ്പോൾ അവസാനം നിയമം പാസ്സാക്കിയിട്ട് ഇനി അത് നിങ്ങൾ അടുത്ത 25 കൊല്ലം കഴിഞ്ഞിട്ട് നടപ്പാക്കുമെന്നാണ് അത് തീരുമാനിച്ചത്. അതിന് ഈ പ്രശ്നമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. അതേസമയം എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തെ വളരെ പെട്ടെന്ന്, അതും പാർലമെൻറ്റിൽ 144 പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുന്ന കാലത്ത് പാർലമെൻ്ററി ഡിബേറ്റ് പോലും നടത്താതെ വന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പാർലമെൻ്ററി ഡിബേറ്റ് നടക്കാതെ വന്നിട്ടുള്ള നിയമങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ അതെല്ലാം ഇങ്ങനത്തെ തന്നെയാണ്. ഒന്ന്, UAPA 2008 നടന്ന മാറ്റം. 2008 നടന്ന UAPA ഭേദഗതി എന്ന് പറയുന്നത് അന്ന് UPA ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഒരു പാർലമെൻ്ററി ഡിബേറ്റ് നടന്നിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയ പെട്ടെന്നെടുത്ത നിയമമാണ്. ഒരു താൽക്കാലിക സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്നൊരു നിയമം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഇത്തരം ഡ്രക്കോണിയൻ ലോ എല്ലാം എതിർത്തിട്ടുള്ള ഇടതുപക്ഷം പാർലമെൻറ്റ് എതിർത്തിട്ടുണ്ട്, ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. പക്ഷേ ഈ ഭേദഗതി ഏറ്റവും ഭീകരമായ ഭേദഗതി, ആ ഭേദഗതിക്ക് തുടർച്ചയാണ് പിന്നീടുണ്ടായില്ല. അതുവരെ UAPA എന്ന് കേട്ടിട്ടില്ലാത്ത എല്ലാവരും കേൾക്കാൻ തുടങ്ങിയത് 2008 കൊണ്ടുവന്ന ഭേദഗതിയാണ്. ആ ഭേദഗതിയെ ഇടതുപക്ഷവും പിന്തുണച്ചു എന്നതാണ് ഏറ്റവും ഭീകരം. എല്ലാവരും പാർലമെൻറ്റിലുള്ള 2-3 അംഗങ്ങൾ ഒഴിച്ച് എല്ലാവരും പിന്തുണച്ചു. അന്ന് ഇടതുപക്ഷ MP ആയിരുന്ന സെബാസ്റ്റ്യൻ പോൾ അതിൽ പങ്കെടുത്തില്ല. അയാൾ അന്ന് CPM-ന്റെ സ്വതന്ത്ര അംഗമായിരുന്നു, പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്നെങ്കിലും അയാൾ സ്വതന്ത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് വിപ്പ് വാദമല്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കേരളത്തിലുള്ള എല്ലാ MP-മാരും വന്ന് പിന്തുണച്ചു. ഒട്ടുമിക്ക എല്ലാ ഓപ്പോസിഷൻ പാർട്ടീസും പിന്തുണച്ചു. അതെന്താണ്? ബോംബെ ഭീകരാക്രമണത്തിൻ്റെ വൈകാരിക അന്തരീക്ഷം. ഒരു നിയമവും വൈകാരിക അന്തരീക്ഷത്തിൽ ഉണ്ടാക്കേണ്ടതല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ മെഡിക്കൽ സംരക്ഷണ ബില്ല് വന്നു, മെഡിക്കൽ രംഗത്ത്. അതെപ്പോഴാണ്? കൊട്ടാരക്കരയിലെ ഒരു ഡോക്ടറെ ഒരു അക്രമി കൊലപ്പെടുത്തിയ ആ ഒരു വൈകാരിക പശ്ചാത്തലത്തിൽ പെട്ടെന്ന് നിയമം കൊണ്ടു. കൃത്യമായ ജനവിരുദ്ധമായിട്ടുള്ളൊരു നിയമമാണ് ആ മെഡിക്കൽ ബില്ല്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സാധാരണ രോഗികളെയും കൂട്ടിരിപ്പുകാർക്കും ഒരു പരിരക്ഷയും കൊടുക്കാത്ത ഒരു നിയമമാണ് മെഡിക്കൽ സംരക്ഷണം. ഇങ്ങനെയാണ് നിയമപരിഷ്കരണങ്ങൾ വരുന്നത്. ഞാനിത് പറഞ്ഞത്, നമുക്കൊരു ഒരു കുറ്റകൃത്യത്തിന് ഇൻറ്റൻഷൻ ഉണ്ടാകുമെന്നതുപോലെ തന്നെ ഒരു നിയമ നിർമ്മാണത്തിനും ഉണ്ടാവുമല്ലോ. ഇത് എന്തിനായിരിക്കാം ഇതുണ്ടാക്കിയത്? നേരത്തെ ഇത് വളരെ കൃത്യമാണ് ഇതിൻ്റെ ഉത്തരം. എന്തിനായിരിക്കും ഉണ്ടാക്കിയത്? ഇതിൽ ഒരുപാട് നല്ല കാര്യമുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞു. ആ നല്ല കാര്യങ്ങൾ, എത്ര നല്ല കാര്യം ഉണ്ടെങ്കിലും
ഇതിൻ്റെ ഒരു ഇത് ഉണ്ടാക്കേണ്ട ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്നത് വളരെ കൃത്യമാണ്. നേരത്തെ അഡ്വക്കേറ്റ് അമീൻ സൂചിപ്പിച്ചതല്ല, തൊട്ടുമുമ്പുള്ള ജിജീഷ് സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമാണ്. ഇത് ഒരു ഇന്ത്യയെ ഒരു ഭീകരമായ ഒരു എല്ലാ ജനങ്ങളെയും ഒരു ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു വലിയൊരു ഡീപ്പ് പോലീസ് സ്റ്റേറ്റാക്കി രാജ്യത്തെ മാറ്റുക എന്നുള്ളതാണ്. ഒരു പോലീസ് സ്റ്റേറ്റ്, ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് അവകാശങ്ങൾ വർദ്ധിക്കുകയും അതേസമയം സർക്കാരിന് ബ്യൂറോക്രസിക്ക് ആ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന ചുമതലയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കും ജനാധിപത്യ സംവിധാനം. പക്ഷെ അതേസമയം ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കുറയുകയും ഗവൺമെന്റിന് ബ്യൂറോക്രസിക്ക് അധികാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതാണ് ഈ നിയമത്തിലും സംഭവിച്ചത്. ഇത് വളരെ കൃത്യമായി ഇന്ത്യയെ ഒരു പ്രത്യേകമായ ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കാനുള്ള, അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ BJP സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് രാജ്യത്തെ പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു വഴിയാണ്. അതിൻ്റെ ഒരു കൃത്യതയാർന്നൊരു വഴിയാണ്. അത് ഇതിലൊക്കെ വ്യാഖ്യാനിക്കും. ഇപ്പം ഇതിൽ വലിയ നല്ല കാര്യമായി പറഞ്ഞ 0 FIR ഉണ്ട്. ഈ 0 FIR-ൻ്റെ ഞാൻ വേഗം നിർത്തും. 0 FIR-ൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു. അതായത് ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നില്ല, വേറെ സ്ഥലത്ത് ആണെങ്കിൽ പോയി പരാതി കൊടുത്ത് അവിടെ തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിക്കാവുന്ന ഒന്നാണ് 0 FIR. അവിടെ തന്നെ ഇടാം എന്നതാണ്. ഈ 0 FIR എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുന്ന ഈ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കെതിരെ ഒരു കുറ്റം ഒരാൾക്ക് ചുമത്താൻ വളരെ എളുപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിചാരിച്ചാൽ ഇന്ത്യയിൽ എവിടെ നിന്നുണ്ട് ഈ 0 FIR സിസ്റ്റം ഉപയോഗിച്ചാൽ. അത് ചിലപ്പോൾ വേറെ തരത്തിൽ എളുപ്പമെന്ന് പറഞ്ഞാലും വളരെ എളുപ്പം. അപ്പൊ അബ്ദുൽ നാസർ മദനിക്കെതിരെ എവിടെയാണ് കേസെടുത്തത്? ബാംഗ്ലൂരല്ലേ. 0 FIR കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് എടുക്കാം? വല്ല മണിപ്പൂരിൽ നിന്നോ ഒക്കെ എടുത്താലെന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഈ സമീപകാലത്ത് നമ്മളൊക്കെ ഇടപെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സാധാരണക്കാരുടെ അക്കൗണ്ട് മരവിപ്പിക്കല്. സാധാരണക്കാരുടെ അക്കൗണ്ട് മരവിപ്പിക്കുക, ബാങ്കുകൾ അക്കൗണ്ട് മരവിപ്പിക്കുക. നമ്മൾ ബാങ്ക് ഇടപാട് നടത്തുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു അറിയുക. കാരണം നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു UPI ഇടപാട് അല്ലെങ്കിൽ നമ്മൾ GPay വഴി നടത്തുന്ന ഇടപാട് അത് ഒരു സസ്പീഷ്യസ് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ പൈസ അയച്ചത്, ഒരു സംശയാസ്പദമായ അക്കൗണ്ടിലേക്കാണ് പൈസ അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കുക. നമുക്ക് ഇതിൻ്റെ പിറകെ പോയ ആളുകൾക്കെല്ലാം സംഭവിച്ച ഒരേ പാറ്റേണിലുള്ള കാര്യമാണ്. അത് ആന്ധ്രയിലുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരാളുടെ പരാതി ഇല്ലെന്നു. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരാളുടെ പരാതി ഇല്ലെന്നു. ആ പരാതി വെച്ചിട്ട് നമ്മളുടെ ബാങ്കിലേക്ക് ആ പോലീസുകാരൻ മെസ്സേജ് അയക്കുന്നു, ഈ ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. നമ്മളിതിൻ്റെ പിറകെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ 50,000 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ തന്നാൽ ഈ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് മാറും. വളരെ ഈസിയാണ്. ഇതൊരു ചെയിൻ ക്രിമിനൽ നെറ്റ്വർക്കാണ്. ഒരു ചെയിൻ ക്രിമിനൽ നെറ്റ്വർക്ക്. ഇതിനകത്ത് പോലീസുകാർ ഭാഗമാണ്, ബാങ്ക് ഉദ്യോഗസ്ഥർ ഭാഗമാണ്, ഇതിന് പുറത്തുള്ളൊരു മാഫിയ ഭാഗമാണ്. കാരണം അവരാണ് പരാതി കൊടുക്കുന്നത്. അവർ നോക്കും നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്. കാരണം ഈ ബാലൻസ് അറിയിച്ചു കൊടുക്കുന്ന ബാങ്കിൽ നിന്നാണ്. 2 ലക്ഷം രൂപയാണ് ബാലൻസ് ആക്കി അവരുടെ 1,80,000 രൂപ തന്നാൽ മതി. 20,000 രൂപ അവർ ചിലപ്പോൾ തിരിച്ചു തരും. അല്ലെങ്കിൽ ഉള്ള ബാലൻസ് മൊത്തം മേടിക്കും. ബാലൻസിനേക്കാൾ അധികം തുക ഒരു സ്ഥലത്ത് ഒരാളോട് ചോദിച്ചിട്ടില്ല എങ്കിൽ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ലോബി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് 0 FIR കൂടി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇതിനേക്കാൾ ഭീകരമായിരിക്കും അവസ്ഥ. അപ്പോൾ ഇങ്ങനെ മൊത്തം ജനങ്ങളെ ആരെയും എപ്പോഴും എവിടെയും ഇതൊന്നും അറിയാത്ത, ഇപ്പോൾ എല്ലാവരും കോമണായി നടത്തുന്ന UPI ഇടപാടുകൾ പോലും എല്ലാ സാധാരണക്കാരും നടത്തുന്നൊരു കാര്യമാണ്. നമ്മളൊരു 10 രൂപയുടെ ചായ കുടിച്ചാൽ ചില്ലറ ഉണ്ടാവില്ല, പെട്ടെന്ന് എടുത്ത് മൊബൈൽ എടുക്കും, സ്കാൻ ചെയ്യും, പൈസ കൊടുക്കും. ഇതെല്ലാവരും നടത്തുന്നൊരു കാര്യമാണ്. അങ്ങനെ നടത്തുന്നവരെ പോലും കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നെക്സസുകൾ ഉള്ള ഈ രാജ്യത്ത് നിന്നാണ് ഈ 0 FIR അടക്കമുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരെയായിരിക്കും കൂടുതൽ ബാധിക്കുക എന്നാണ് ഏറ്റവും പ്രശ്നം. ഇത് ബാധിക്കുക, ഇന്ത്യയിൽ ഇത് ബാധിക്കുക ഒന്നാമത് മുസ്ലിങ്ങളെയും, രണ്ടാമത് ദളിതുകളെയും, മൂന്നാമത് OBC-യെയും ആയിരിക്കും. പിന്നെ ബാധിക്കുക ഭരണകൂടത്തെ എതിർക്കുന്ന ബാക്കി എല്ലാവരെയും ബാധിക്കാം. ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം, രാജ്യദ്രോഹത്തിന് അവരെ അട്ടിമറി പ്രവർത്തനം നാക്കിയിട്ടുണ്ട്. സെഡീഷൻ എന്ന വാക്ക് മാറ്റിയിട്ട് അട്ടിമറി പ്രവർത്തനങ്ങൾ നാക്കിയിട്ടുണ്ട്. ആംഗ്യം പോലും രാജ്യദ്രോഹ കുറ്റമാക്കി വ്യാഖ്യാനിക്കാം. രാജ്യദ്രോഹ കുറ്റത്തിലെ ആംഗ്യവും ഉണ്ട്. പുതിയ രാജ്യദ്രോഹ കുറ്റത്തിന്റെ നിർവചനത്തിൽ ആംഗ്യത്തെ എങ്ങനെയാണ് ആംഗ്യം കൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുക എന്നൊന്നും ചോദിക്കരുത്. നമ്മൾ നടത്തുന്ന രാജ്ഭവൻ മാർച്ചിനെ രാജ്യദ്രോഹ കുറ്റമാക്കി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം.
നമ്മൾ നടത്തുന്ന ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ രാജ്യദ്രോഹ കുറ്റമാക്കി വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ അതിനകത്ത് നിർവചനമുണ്ട്. നമ്മൾ നടത്തുന്ന ഒരു കളക്ടറേറ്റ് മാർച്ചിനെ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസ് മാർച്ചിനെ പോലും രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റാവുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പുതിയ കുറ്റത്തിലുണ്ട്. അതാരാ കൈകാര്യം ചെയ്യുന്നത്? ലോക്കൽ പോലീസ്. ഒരു പോലീസ് SHO വിചാരിച്ചാൽ നമ്മളെ രാജ്യദ്രോഹികളാക്കി പ്രഖ്യാപിക്കാൻ കഴിയുന്ന അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഒരു സിസ്റ്റമാണ് ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഇത് വലിയ അപകടകരമാണ്. ഞാൻ ഈ അപകടത്തെ നമ്മൾ തിരിച്ചറിയുക, ചെറുക്കുക, പ്രതിരോധിക്കുക എന്നത് വലിയ കാര്യമാണ്. ഇത് മുമ്പേ പറയുക എന്നത് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എല്ലാവരും നശിച്ചിട്ട് ഉണ്ടാവട്ടെ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആരെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ദിവസം വരും. അന്ന് എല്ലാവരും നമ്മുടെ വാക്കുകൾ കേൾക്കും, അത് തിരിച്ചറിയും. ആ ദിവസമാണ്. അതുവരെ ജനങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ചെറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, പോരാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊരു ഇന്ത്യയെ പോലീസ് സ്റ്റേറ്റ് ആക്കാനുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ നിയമപരിഷ്കരണം എന്നതിന് യാതൊരു തർക്കവുമില്ല. ഞാനതിൻ്റെ അകത്തേക്കൊന്നും കടക്കുന്നില്ല. അകത്തേക്ക് കടന്നാൽ തിരിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നതുകൊണ്ടും സമയം വൈകിയതുകൊണ്ടും അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും